സിനിമ കണ്ടൊക്കെയാണോ വളർന്നു വന്നത്? അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ? കിടക്കുവാണോ നീണ്ട പട്ടിക? രണ്ട് മദനന്മാരാണ്. രണ്ട് മദനം. അതിന് അർത്ഥമുണ്ട്. അതെ അതെ, അർത്ഥമുണ്ട്. ഈ മദനന്മാരുടെ ഒരു കളിയാണ് മദനോത്സവം. നല്ല രസമായിട്ട് ഇത് വളരെ നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തു. ഈ മദനന്മാരുടെ ഇടയ്ക്ക് കിടന്ന് ആമ കടന്ന് കുറെ ബുദ്ധിമുട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. മോൻ സിനിമയിലേക്ക് വരുന്ന കാര്യം എന്താ? ഈ സ്കൂള് വിട്ടിട്ടുള്ള പരിപാടി വേണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇപ്പൊ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോഴും ഞങ്ങളെ തന്നെ വേണമെന്ന് പറയും. ഈ ക്ലാസ് പൂർണ്ണമായിട്ടില്ല, എക്സാം എഴുതാൻ പോകുന്നുള്ളൂ. നമ്പർ 1 ആയിട്ട് സിനിമ സെലക്ട് ചെയ്യുന്ന കാലം കണ്ടന്റ് ഉണ്ടെങ്കിൽ പടം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഓടുമെന്നുള്ളതായി. ആ സിനിമ വിജയിച്ചപ്പോൾ അതെനിക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ ഒരു വിജയിച്ച സിനിമ എനിക്കറിയില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കോമഡി ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ബാബുചേട്ടൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഭവം നമുക്ക് ചെയ്തിട്ട് കാര്യം. കോട്ടയം ചെയ്തപ്പോ എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് സുരക്ഷ പറഞ്ഞു നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് ബാബു തന്നെ കൊണ്ട് അയ്യോ വേണ്ട 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 അരോമണി സാർ എത്രയോ പടം എടുത്ത മനുഷ്യനാണ്. എന്നെ വെച്ച് നല്ലൊരു ആക്ഷൻ ചെയ്യാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാൻ പോവാ, പ്രോമിസ് ചെയ്യാൻ പോവാ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 അതിഥികൾ. 3 പേർക്ക് സ്വാഗതം. നമസ്കാരം. മദനോത്സവം അല്ലെ? അതെ. വൈചേട്ടാ, ഞാൻ ഭാവിച്ചേട്ടന് കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്ന, നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടില്ല. നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? നമ്മൾ ഈ രണ്ടാമത് ഉമറിന്റെ പടത്തിന് തൊട്ട് വന്നപ്പോ തൊട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കണം പറയും. കണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ അല്ലെ? വൈചേട്ടാ, ഈ മദനോത്സവം ഇതിലൊരു ക്യാരക്ടർ നമ്മളിപ്പോ പ്രസ് മീറ്റിലാണെങ്കിലും പറഞ്ഞു പോയൊരു സംഭവങ്ങളുണ്ട്. വേറെ മൂഡാണ് പിടിച്ചിരിക്കുന്നത്. അത്തരം ഒരു സിനിമയിലേക്ക് എത്താനുള്ള കാര്യം എന്താണ്? ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് തീരുമാനിക്കാൻ നമ്മളെപ്പോഴും നല്ലൊരു സംഭവം കിട്ടുമ്പം അത് ചെയ്യാനുള്ള എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം നല്ലൊരു ടീമാണ്. ഇപ്പൊ സുധീഷിന്റെ ആണെങ്കിലും പൊതുവാളിന്റെ ആണെങ്കിലും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോൾ പക്കാണ്. അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചും അല്ലെങ്കിൽ ഒത്തിരി ഹോംവർക്കൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അത് എന്നിലേക്ക് വന്നു എന്നുള്ളതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അത് കുറച്ചൊരു റിസർച്ച് നടത്താതെ എന്നിലേക്ക് അത് വരില്ല, ഒരിക്കലും വരില്ല. അപ്പൊ അവർക്ക് ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം ഈ ഒരു ക്യാരക്ടർ. പക്ഷെ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പിന്നെ JK ആണ് എന്നോട് ഇത് ആദ്യം പറഞ്ഞത്. പിന്നെ സുധീഷ് വിളിച്ച് സംസാരിച്ചപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പക്കാന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ നല്ലൊരു പ്രൊഡ്യൂസർ. അപ്പം നല്ല വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. ഭയങ്കര ആത്മാർത്ഥ. പിന്നെ ഭാമയുണ്ട്, പിന്നെ എന്ത് വേണം, എല്ലാവരും ഉണ്ട്. സുരാജ് വളരെ അടുത്ത സുഹൃത്താണ് എന്റെ. അമേരിക്കയിലെ വീട്ടില് വരികയും ഞാനൊരു അംഗീകാരമായിട്ട് കൂട്ടുകയാണ്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വലിയൊരു അവാർഡിന് തുല്യമാണ്. നമ്മുടെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരു. പല ആളുകളും ഇതിൽ നിന്നും സമീപിച്ചിട്ടുണ്ട്. ബാബുവിനെ ഒന്ന് മാറ്റിപ്പിടിക്കണം, ഇതിൽ നിന്നും മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞ് പല ആളുകളും സമീപിച്ചിട്ടുണ്ടാകാം. അതൊന്നും വേണ്ട എന്ന് വെച്ച് മാറിയ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അല്ലെ? അതെ അതെ. അത് അന്ന് വേണ്ട എന്ന് വെച്ചതിൽ എന്തെങ്കിലും ഒരു മനസ്സിനൊരു ആ സിനിമ വിജയിച്ചപ്പോൾ അത് എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വിജയിച്ച സിനിമ എനിക്കറിയില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കോമഡി ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ബാബുചേട്ടൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഭവം നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി ഡിമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് വളരെ അതിപ്രസരമായി പോകും. അപ്പൊ അങ്ങനെ വന്ന കഥാപാത്രങ്ങളാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം പഴശ്ശിരാജയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട്. ഒരു ആക്ഷൻ ഇല്ലാതെ ഒരു സിനിമയിൽ നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ വൈശാലി തൊട്ട് അപരാഹ്നം, ശയനം ഒക്കെ സക്സസ്ഫുൾ സിനിമകളായിരുന്നു. പിന്നെ പട്ടികയിലേക്ക് എത്തിക്കാൻ പറ്റണം നമുക്ക്. ഇടുക്കി ഗോൾഡ്, വെണ്ണൈത്താണ്ടി വരുവായ, കാക്കമുട്ടായി, ഒരുപാട് സിനിമകൾ ആക്ഷൻ ഇല്ലാതെ. ഞാൻ സത്യം പറഞ്ഞ ആക്ഷൻ ചെയ്തിട്ട് 20 വർഷമായി. പക്ഷെ നമ്മൾ ആ മേഖലയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ആക്ഷൻ സിനിമ ചെയ്തിട്ട് ഒരു 18 വർഷത്തോളമായി. ഇത് നേരെ തിരിച്ചാണ് വന്നത്. ഇപ്പൊ ആക്ഷൻ ഇല്ല, എന്നാൽ കോമഡി ഉണ്ട്, എന്നാൽ സീരിയസ് കഥാപാത്രവുമാണ്. അത്തരം ഒരു കഥയാണ് ഈ സബ്ജക്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത് തന്നെ ബാബുചേട്ടനെ എല്ലാവരും സ്വീകരിക്കാനുള്ള ഒരു ഇരു നീട്ടി വിഷു കൈനീട്ടമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കട്ടെ, അതാണ് നമുക്കും വേണ്ടത്. ഈ മദനൻ എന്ന് പറയുന്ന കഥാപാത്രം അതിന് അതൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. 2 മദനന്മാരാണ്. 2 മദനന്മാർ. അതിന് അർത്ഥമുണ്ട്. അതെ അതെ, അർത്ഥമുണ്ട്. ഈ മദനന്മാരുടെ ഒരു കളിയാണ് മദനോത്സവം. ഇവർ രണ്ടുപേരും കൂടെ കൺഫ്രണ്ട് ചെയ്യുന്നിടത്താണ് കഥയുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മൊമെന്റ്സ് വരുന്നത്. അപ്പോൾ സുരാജിന്റെ കോമഡി അല്ലെങ്കിൽ ലൈറ്റായിട്ട് വളരെ സാധാരണ രീതിയിൽ പോകുന്ന ഒരു ജീവിതം, ഭാര്യയും കുഞ്ഞും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ടേണിംഗ് പോയിന്റുകളാണ് അല്ലെ. ഒരു പുലിമടലിൽ ചെന്ന് പെടുന്നു.
എന്താ അയാൾ പുലിയാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല രസമായിട്ട് ഇത് വളരെ നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മദനന്മാരുടെ ഇടയ്ക്ക് കിടന്ന് നമ്മുടെ ഭാമ കിടന്ന് കുറെ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ബാബുസറുമായിട്ട് സീൻസ് ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സില് ടൈലൻഡിൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റീഷൻ സീന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ബാബുസറുമായിട്ട് എനിക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ട ആ ഒരു ടൈം കിട്ടിയിട്ടില്ല. സുരാജേട്ടന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ആഹാ അങ്ങനെ ഒരു സംഭവം പറയില്ലേ, അതിന്റെ ഇടയിൽ നമ്മൾ താഴെ നോക്കുമ്പോൾ ഒരു ചെറിയ മനുഷ്യനാണല്ലോ ആ സംഭവം വരുന്നത് എനിക്ക്. പക്ഷെ സാറും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സുധീഷ് സാർ ആണെങ്കിൽ പോലും ഒരുപാട്, അതായത് ക്യാരക്ടറിന് നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആയിരുന്നു. പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം മേക്ക് ഓവർ ഒക്കെ ഉള്ള സംഭവങ്ങളായിരുന്നു. അതായത് വെയിറ്റ് കൂട്ടുക, കുറച്ച് സ്കിൻ ടാൻ ആവുക, അത് ആ ക്യാരക്ടറിന് ആവശ്യമായിരുന്നു. അപ്പം അത് പറഞ്ഞ പോലെ തന്നെ തോട്ട് പ്രോസസ്സിൽ ഒത്തിരി വ്യത്യാസമുള്ള ഒരു ആളുടെ ക്യാരക്ടറാണെന്ന് ഞാനതിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. ആ തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഞാൻ ഭയങ്കര മെച്ചൂർഡ് ആയ ഒരാളല്ല. ഈ ക്യാരക്ടറിനുള്ള അത്ര ഒരു മെച്ചൂരിറ്റി എനിക്കില്ല. ക്യാരക്ടറിന് ചില അത് ക്യാരക്ടറിനെ പറ്റി ഡെപ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമയുടെ കഥ പറയേണ്ടി പല ചേഞ്ചിങ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ഫേസിൽ ഈ സിനിമ പോകുന്നതുകൊണ്ട് തന്നെ ആ ഫേസിനനുസരിച്ച് ഈ ക്യാരക്ടറിന്റെ മെന്റാലിറ്റി മാറുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ തോട്ട് പ്രോസസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാബുച്ചേട്ടനുമായിട്ട് സീനുകൾ കുറവാണെങ്കിൽ ബാബുച്ചേട്ടന്റെ സിനിമകളൊക്കെ കണ്ട് വളർന്ന ഒരാളല്ലേ അല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരം സിനിമകൾ കണ്ടുള്ള അതിൽ നിന്ന് വ്യത്യസ്തനായാണ് ബാബുച്ചേട്ടൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് ഒരു പ്രേക്ഷക എന്ന നിലയിലേക്ക് കാണുന്നത്? ഓക്കെ, അങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന ബാബു ആന്റണി സാർ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മൊത്തം മറ്റേ അടി പിടി ഇടി ആളെ കൊല്ലാൻ വരില്ല അങ്ങനത്തെ സാധനങ്ങളാ. പക്ഷെ ഇതിന്ന് വെച്ച് നോക്കുമ്പോ ഇത്തിരി ഡിഫറെന്റ് സാധനമാണ്. അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഓക്കെ ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ്. അതായത് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി. അതായത് പഴയ ബാബു ആന്റണി അല്ല ഇപ്പൊ വന്നിരിക്കുന്നത്. അതായത് എന്തോ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ആ എന്താ വ്യത്യാസം എന്ന് ഒരിക്കലും ഇതിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടില്ല ഈ ട്രെയിലറിൽ. അപ്പൊ ആ വ്യത്യാസം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലെ, വളരെ വ്യത്യാസമായിട്ട് ഞാൻ പൊതുവാളൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് പേഴ്സണൽ ടോക്കിലും പറഞ്ഞു ഇതാണ്. രണ്ടാമത്തെ സിനിമ അല്ലെ, ആദ്യത്തെ സിനിമ പൊള്ളിയതെന്നോ പൊള്ളാതെയോ ഒക്കെ അങ്ങനെ പോയി കിട്ടി, കുഴപ്പമില്ലാതെ പോയി കിട്ടി. രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തുന്നു. സിനിമ തന്നെയാണ് അല്ലെ ഇനി? അതെ, സിനിമ തന്നെയാണ്. ബിസിനസ് എന്നൊക്കെ മാറേണ്ട സിനിമ തന്നെയിലേക്ക് സിനിമ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് ആന്ധ്ര ഒരു ദിലീപിന്റെ പടം ഷൂട്ട് നടക്കുന്നോണ്ടിരിക്കുകയാണ്. അല്ല, ആ സമയത്താണ് ഈ സിനിമ ഷൂട്ട് നടക്കുന്നത്. ബാന്ദ്ര ഷൂട്ട് തുടങ്ങി 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഷൂട്ട്. ഇപ്പൊ 2 സിനിമ പാരലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് നമുക്ക് നമ്മളവിടെ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. JK ചേട്ടനായാലും വിവേകർഷൻ, പിന്നെ രതീഷ് ചേട്ടൻ, സുധീഷ്, അവരെല്ലാം ഒരുപാട് മീൻസ് നമ്മളുടെ കൂടെ നിന്ന് നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും അവരത് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നു. വളരെ വളരെ എന്താ പറയുക, ഈ ഒരു ടീമിൻ്റെ കൂടെ ഒരു ഫിലിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരു സിനിമ നടക്കാതെ കഴിയട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഞങ്ങളിത് 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഡേറ്റ് വന്നത് എല്ലാവർക്കും ഒരുമിച്ച് വന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു സിനിമ ഒരു പക്കാ ബിസിനസ് തന്നെയാണ്. അതെ, അല്ലാതെ നമുക്ക് സിനിമ ബിസിനസ് ഒന്നാലും നിലനിൽപ്പുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിസിനസ് പരമായിട്ട് സിനിമ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഒരു ത്രാസിൽ വെച്ചാൽ നമുക്കുള്ളൂ. ആ സിനിമയ്ക്ക് അവിടെ ഒരു ത്രാസിന് ഒരു മുൻതൂക്കമുണ്ട്, ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ വെച്ച് അത്ര മുൻതൂക്കം അങ്ങനെ നോക്കാറുണ്ടോ? ബാലൻസ് ചെയ്യോ? ഇല്ല, അങ്ങനെ നോക്കുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാനാണെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് ഏറ്റവും സേഫ്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ വളരെ സേഫ് ആണ്. ഇപ്പൊ നമ്മൾ കൂടെ ഇപ്പൊ ബ്രദർ ആയാലും ഇപ്പൊ സിനിമയുടെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ബ്രദറൊക്കെ ആണെങ്കിലും ബാക്കി ബിസിനസ്സുകളാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബിസിനസ് സിനിമ ചെയ്ത് ഹിറ്റായി നമുക്ക് നഷ്ടം വരരുത്. കാര്യം ആ ഒരു ഇതാണ് ആദ്യം ചിന്തിക്കുന്നത്. നമുക്ക് സേഫ് ആവുക, നല്ല സിനിമകൾ ചെയ്യുക. അതിൽ ലാഭം ഉണ്ടായില്ലെങ്കിലും അടുത്ത സിനിമ ചെയ്യണമെങ്കിൽ നമുക്കൊരു പടം എങ്ങനെയെങ്കിലും നിലനിന്ന് പോകണം എന്നുള്ളൊരിതാണ്. അല്ല ഒരു പൈസ ഉണ്ടാക്കി അങ്ങനെ സിനിമ ഹിറ്റായി അങ്ങനെ ഒരു ഇതല്ല. നല്ല സിനിമകൾ ചെയ്യണം, നല്ല കഥകൾ പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടാവുക. അതിൽ കൂടാതെ തന്നെ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് പുതിയ ആൾക്കാരുടെ സിനിമകൾ ഞാനിപ്പം ചെയ്തിട്ടുണ്ട്. 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പം എനിക്ക് സേഫായിട്ട് വലിയ ആർട്ടിസ്റ്റിൻ്റെ സിനിമയെ ചെയ്യും, അല്ല വലിയ ആൾക്കാരുടെ സിനിമ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂടെ വന്നിട്ടുള്ള ചെറിയ സിനിമകൾ ഞാനിപ്പം 3 പടം ചെറുത് ചെയ്തിട്ടുണ്ട്. അതും ഇപ്പം അടുത്ത വരുന്ന മാസങ്ങളിൽ റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സിനിമയും എല്ലാത്തരം സിനിമകളും ചെയ്യണം, എല്ലാ ആർട്ടിസ്റ്റുകളുടെ സിനിമ ചെയ്യണം.
എല്ലാവരും നമ്മൾ കൊണ്ടുപോകണം. അതെ, ഒരു സേഫ്, നമുക്കൊരു സേഫ് സോണിൽ നിന്ന് സിനിമ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ആർട്ടിസ്റ്റ് താരമൂല്യമുള്ള സിനിമ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. ചെറിയ സിനിമ വലിയ സിനിമ, താരങ്ങളുടെ താരങ്ങൾ ഇന്ന താരങ്ങളുടെ സിനിമ വിജയിക്കുമെന്നില്ല. അതിലൊക്കെ മാറി പ്രേക്ഷകർ നമ്പർ 1 ആയിട്ട് സിനിമ സെലക്ട് ചെയ്യുന്ന കാലം. കണ്ടന്റ് ഉണ്ടെങ്കിൽ പടം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ഓടുമെന്നുള്ളതായി പ്രേക്ഷകർ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന പ്രേക്ഷകരാണ്. പഴയ പ്രേക്ഷകരില്ല. മൗത്ത് പബ്ലിസിറ്റിക്ക് അപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വലിയ രീതിയിലേക്ക് ഇപ്പോൾ ഈ സിനിമയെ വിജയത്തിനും പരാജയത്തിലേക്കും എത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയം. അതിന്റെ ഒന്നാമത്തെ തെളിവ് ആദ്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയാണ് എന്റെ ഏറ്റവും ഉചിതമായ ആദ്യ സിനിമയെന്ന് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക്. അവിടെ നിന്നാണ് അത്തരമൊരു സിനിമയിലേക്ക് ഈ കോവിഡിന് മുമ്പും പ്രളയത്തിന് മുമ്പും വന്ന ഒരു സിനിമ. അതിനുശേഷം വരുന്ന സിനിമകൾ ഇപ്പൊ രോമാഞ്ചമാണെങ്കിലും എന്ത് പറയാൻ, നമ്മള് പ്രൊഡ്യൂസർ വരെ അന്തം വിട്ടിരിക്കുകയാണ് ഇത്തരം കളക്ഷൻ കിട്ടിയപ്പോൾ. പല ആൾക്കാരും കണ്ടിട്ട് വേണ്ട എന്ന് വെച്ച സിനിമയാണ്, ഡിസ്ട്രിബ്യൂഷൻ പോലും വേണ്ടാന്ന് വെച്ച സിനിമയാണ് ഹിറ്റ്. അപ്പൊ പ്രേക്ഷകർ അത് കൃത്യമായി വിധി എഴുതുന്നുണ്ട്. ബാബു ആന്റണിയുടെ സിനിമ കണ്ടൊക്കെയായിരുന്നു വളർന്നു വന്നത്. അങ്ങനെയൊക്കെയാണല്ലോ. ഞങ്ങൾ ബാബുച്ചേട്ടനാണെങ്കിൽ നമുക്കെന്നും പറയാൻ കടൽ, കമ്പോളം, ചന്ത, ദാത എന്നിങ്ങനെ കാര്യം പറഞ്ഞ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കന്ന് എന്താ പറയാ അതാണ് നമ്മൾ കൂടുതൽ സിനിമകൾ കാണുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ആ സിനിമകളൊക്കെ റിലീസാവുന്നതെല്ലാം. അപ്പോൾ അതിൽ നിന്നും ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഒരു ബാബുച്ചേട്ടനെ കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ് ഇത്. ഈ മദനോത്സവത്തിൽ നമ്മൾ കാണാൻ പറ്റും. കഥ പറയുമ്പോൾ ബാബുച്ചേട്ടനുണ്ടോ? ഇല്ല, ഞാൻ ജെ കെ ചേട്ടനാണ് ബാബുച്ചേട്ടനോട് കഥ പറയുന്നത്. എന്നെ വെച്ച് ആക്ഷൻ പടം ചെയ്യാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ബാബുച്ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാബുച്ചേട്ടൻ വേറെ പുതിയ പ്ലാനിങ്ങിലുണ്ട്. ബാബുച്ചേട്ടൻ ഫുൾ ആക്ഷൻ അത് വേണം. അത് ഇത് നല്ല പ്രൊഡ്യൂസർ ആട്ടോ. പിടുത്തം വിടല്ല. ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് നല്ല സ്കോപ്പുള്ള സമയമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ അത്രയും ബഡ്ജറ്റ് ഒന്നും നമുക്ക് വേണ്ട. അതാണ് ഒരു കാരണം. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ അത്ര സമയവും അത്ര എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ട എനിക്ക് ചെയ്യാനായിട്ട്. അപ്പം കുറച്ച് സപ്പോർട്ട് കൊണ്ട് നമുക്ക് നല്ലൊരു എഫക്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ അന്ന് ചന്താക്കുമ്പോൾ അത് ചെയ്ത് ഒരു ദിവസം കൊണ്ടാണ് 6 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫൈറ്റുകളും കൊറിയോഗ്രാഫേഴ്സിനൊക്കെ എളുപ്പമാണ്. അന്ന് അത്രയും ടൈമിലോ ഇന്നൊക്കെ എത്ര ദിവസം വേണം? ഗാന്ധാരി എന്ന് പറഞ്ഞ പടത്തിന്റെ ക്ലൈമാക്സ് 2 മണിക്കൂർ കൊണ്ട് ചെയ്ത, അങ്ങനെ 2 hours. സൂപ്പർ ഡൂപ്പർ ക്ലൈമാക്സ്. ഇതേ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങള് ആ ക്ലൈമാക്സ് ഫൈറ്റ് 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. 10 ദിവസം കൊണ്ടും പ്രൊഡ്യൂസറാണ് ഈ തലയിൽ കൈയും വെക്കും. അതെ, ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കും 10 ദിവസം ഫ്ലൈറ്റ് ബാന്ദ്രയൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന 6 മണിക്കൂർ അല്ല 8 മണിക്കൂർ ഒരു ഫൈറ്റിന് കിട്ടിയിരിക്കും മാക്സിമം. അന്നൊക്കെ ഫൈറ്റ് മാഷ് ഉണ്ടല്ലോ, അന്നും ഫൈറ്റ് മാഷ് ഉണ്ടല്ലോ. അതിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോ ഫൈറ്റ് സീനുകൾ ചെയ്യുമ്പോൾ ബാബുച്ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ ഒരു മാഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ? അല്ല, ഒരു മാഷ് ഉള്ളത് നല്ലതാണ്. ഉള്ളത് നല്ലതാണ്. നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും നല്ലതാണ്. നമ്മളത് അപ്പം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മാഷ് ഉള്ളതാണ്. സ്റ്റണ്ട് യൂണിയനിൽ നമുക്ക് മെമ്പർഷിപ്പ് ആവശ്യമുണ്ട്. ഒരു ഫൈറ്റ് കമ്പോസ് ചെയ്യണമെങ്കിലും ഫൈറ്റ് ഇടപെടണമെങ്കിലും സ്റ്റണ്ട് യൂണിയനിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഈ മാഷുമായിട്ട് നമ്മൾ ഒരു സ്റ്റണ്ട് എടുക്കുമ്പോൾ ഇപ്പൊ മാഷ് വരുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കില്ലേ? തീർച്ചയായിട്ടും ബാബുച്ചേട്ടന് കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് രണ്ടുപേർക്കും വലിയ ഗുണമാവില്ലേ? അതെ, പിന്നെ ഇത് ഒരു റിഹേഴ്സൽ ടേക്ക് ക്യാമറ അവിടെ ഇങ്ങനെ ടക്കടക്കടക്കടക്കെന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ മണിസാറ് ചെയ്ത പടം 2 പൊന്നിയിൻ സെൽവം 1, 2 ചെയ്തു. 148 ദിവസം കൊണ്ടാണ് പുള്ളി ആ പടം ചെയ്തത്. ആലോചിച്ച് നോക്കി. ഞാൻ അവിടെ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒരു 9 ക്യാമറ ഉണ്ട്. ഒരു വാർഷികടുത്ത് 9 ക്യാമറ ഉണ്ട്, മുകളിൽ ഒരു ക്യാമറ ഉണ്ട്. ഈ 9 ക്യാമറയിൽ എങ്ങനെ പോയാലും ഒരു 4-5 എണ്ണം എപ്പോഴും വർക്കിംഗ് ആണ്. അത് രവിവർമ്മനൊക്കെ 4 കാലിൽ നിന്നാണ് ഓടുന്നത്. 1 മിനിറ്റിൽ ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കും. കുതിര അങ്ങോട്ട് പോകുന്നു, പടയാളികൾ ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇത് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ അതാണ്, if you know the job, it will not take so much time. അതൊരു വല്ലാത്തൊരു വരാൻ ഒരു വൈകിയെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തോന്നുന്നു. പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഒരു വളർച്ച, കുട്ടികൾ വളരണമായിരുന്നു. കുട്ടികളൊക്കെ ഇപ്പം വളർന്നു അവരുടെ നിലനിൽപ്പിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ? പിന്നെ അതൊരു കാരണമാണ്. പിന്നെ വേറൊരു കാരണം, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊന്നും വന്നില്ല. നമുക്ക് ചെയ്യാൻ തോന്നുന്ന സിനിമകൾ കേൾക്കുന്നുണ്ടായിരുന്നു. കഥകൾ, ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഈ 2 കൊല്ലത്തിനിടെ ഒരു 10-70 കഥകളെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാടടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി ഞാൻ പണ്ട് മുതലേ ചെയ്യാറില്ല. കുറെ സിനിമകൾ ചെയ്യുക, അതിലേതെങ്കിലും ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് അടുത്ത പടങ്ങൾ ചെയ്യുക.
എന്തോ അങ്ങനെ വന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ സിനിമ ഈ ഇടയ്ക്ക് കൊച്ചിയിൽ നമ്മൾ കാണുമ്പോൾ ഓരോ സിനിമ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ വെച്ച് കാണുന്നത് കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മദനോത്സവം, ഇപ്പം RDX പറഞ്ഞ പടം, പിന്നെ നമ്മുടെ ലിയോ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ സുരേഷ് ബാബുവിന്റെ 2 സിനിമകൾ, ഇതാണ് ഇപ്പം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന സിനിമ. കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഡബിംഗ് ഒക്കെ മറ്റേ മദനോത്സവം ഡബിംഗ് ഇല്ലായിരുന്നു, ലൈവായിരുന്നു. ഒരു വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തത്? സിംഗ് സൗണ്ടിന്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്? ഇത് രണ്ടിനും രണ്ട് ഗുണങ്ങളുണ്ട്. ഡബിങ്ങിൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. പിന്നെ പ്രോംപ്റ്റിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഡബിങ് ആണെങ്കിൽ. ഈ ലൈഫ് സൗണ്ട് ആകുമ്പോൾ, സിങ്ക് ആകുമ്പോഴത്തേന് നമുക്ക് ഈ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, കാക്ക അറിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് അത് പക്ഷെ അതിന് കുറച്ചുകൂടെ ഒരു റിയലിസം ഉണ്ട്, റിയലിസ്റ്റിക്. നമ്മുടെ ബ്രീത്തും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡബ് ചെയ്ത് മാറ്റിയെടുക്കാം. രണ്ടും പല ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. മോൻ സിനിമയിലേക്ക് വരുന്ന കാര്യം എന്തായി? മോൻ സിനിമയിലേക്ക് വരുന്നതൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പൊ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് മെയ് എൻഡ് തൊട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വരെ. അപ്പൊ ആ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കുറെ ഓഫേഴ്സ് വന്നിരുന്നു. അപ്പൊ അതൊക്കെ സ്കൂള് വിട്ടിട്ടുള്ള പരിപാടി വേണ്ടെന്ന് അമ്മ പറഞ്ഞു. കോളേജിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. അവിടുത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം ഒരുമിച്ച് പഠിക്കണമെന്നില്ല. ഒരു 6 മാസം കഴിഞ്ഞ് ബ്രേക്ക് എടുക്കാം, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ചേരാം. ഇവിടുത്തെ പോലെ 5 വർഷം നേരത്തെ അവിടെ പോയി അല്ലേ? ഞാൻ പഠിച്ചത് സൗദിയിലായിരുന്നു, പക്ഷെ അവിടെ ഈ പറഞ്ഞ ആ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. 6 മാസം 7 മാസം അറിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുള്ളായിരുന്നു. 1 വർഷം കഴിഞ്ഞ് തന്നെ 1 വർഷം തന്നെ പോണം. സൗദിയിലായിരുന്നു വിദ്യാഭ്യാസം മൊത്തം. സിനിമ എന്നത് നേരത്തോട്ടുള്ള ഫാഷനാണോ? കുഞ്ഞിലെ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ ചെറുതായപ്പം തന്നെ സൗദിയിലായതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാർക്കിൽ പോവാ, കളിക്കാന്നുള്ളതൊക്കെ ഇപ്പൊ തിയേറ്റർ വരെയായി. പക്ഷെ ആ സമയത്ത്, അതായത് ഞാൻ കുഞ്ഞിരിക്കുന്ന സമയം, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊന്നും ആ സംഭവം ഇല്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ CD കിട്ടും, അതായത് ഇറങ്ങിയ പടത്തിന്റെ CD കിട്ടും. അപ്പൊ ആ CD കണ്ട് അപ്പൊ പപ്പ എനിക്ക് CD മേടിച്ചത്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പടം കാണുന്നത്. അപ്പൊ അടങ്ങിയിരുന്നോളൂ, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടങ്ങിയിരിക്കും. അങ്ങനെ കണ്ട സിനിമയുടെ ഭയങ്കര ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച ഓക്കെ എന്നാ ഞാൻ പറയാം വീട്ടിൽ. എനിക്ക് അപ്പൊ ആര് ചോദിച്ചാലും ഞാനിങ്ങനെ അറിയാം എനിക്ക് ആക്ടർ ആയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ +2 ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ +2 പഠിച്ചത് നാട്ടിലായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലെ ഗ്രഹലക്ഷ്മി ഫേസ് ഓഫ് കേരള കോൺടെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ എന്റെ ഫോട്ടോ അയക്കുന്നത്. അതുവരെ പിന്നെ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീട്ടിൽ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കണം, പഠിപ്പ് വിട്ടിട്ട് വേറൊരു സാധനവും വേണ്ട എന്നുള്ള സംഭവമായിരുന്നു. അപ്പൊക്ക് പിന്നെ കുഴപ്പമില്ല, ഇഷ്ടം എന്താണോ അത് ചെയ്താൽ മതി. അവിടെ തൊട്ടാ പിന്നെ ഓഡിഷന് പോയി തുടങ്ങിയത്. കൊറേ ഉണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇതിൽ ഓഡിഷൻ തന്നെയായിരുന്നു. ഓഡിഷൻ വഴി തന്നെയാണ് വരുന്നത്. ഞാൻ ആദ്യം ഇവരെ ഒരു പ്രാവശ്യം പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ വീഡിയോ അയച്ച് നെക്സ്റ്റ് ഡേ വീണ്ടും കണ്ടു. അതിനുശേഷം ഫൈനലി ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. ഈ ഇതിലെ കഥാപാത്രം നമ്മൾ ഒരു വൈഫ് എന്ന ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രായമൊന്നും അല്ല ഇപ്പൊ, അതിലും ഉപരിയാണ് മേക്കപ്പിലൂടെ നമ്മൾ വരുത്തി വെച്ചിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ റിസ്ക് ഇല്ലായിരുന്നു? റിസ്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട്. പക്ഷെ എത്രയും കാലമായിട്ട് ഞാനിങ്ങനെ ഓഡിഷനൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ കിട്ടുകയാണെങ്കിൽ അതുപോലത്തെ ഒരു സംഭവം നമുക്ക് കിട്ടണം. അതായത് ഇന്ന സാധനമല്ല, ഇയാൾ ഇങ്ങനെയല്ല, പക്ഷെ ആള് ചെയ്തത് അതിന് മുകളിലാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഏജ് ഫാക്ടറിലാവുന്ന സമയത്ത് ഒരു സാധനം വരും. എത്രയോ വർഷത്തെ ഒരു ആഗ്രഹം ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ വന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു തോട്ട് പ്രോസസ്സിലുള്ളൊരു വ്യത്യാസം അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതായത് പറഞ്ഞ പോലെ ഒട്ടും മെച്ചൂർഡ് അല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം 24 വയസ്സുള്ള ഞാൻ 30 വയസ്സുള്ള ആലീസ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെങ്കിൽ അതിൽ ഭയങ്കര നല്ല ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യം തന്നെ. അമ്മയിൽ നിന്ന് ആലീസ് ആവാൻ വേണ്ടി ഇല്ല, അങ്ങനെ അധികം ചോദിച്ചിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിൽ എൻ്റെ അടുത്ത് മൊത്തം കഥ പോലും അവര് ചോദിച്ചിരുന്നില്ല. കാരണം അവർക്ക് ഇത് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞു. കാരണം അത്രയും സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ എൻ്റെ അടുത്ത് കഥയും ചോദിച്ചില്ല, എന്താ സംഭവം ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ പറയുന്നത്, അതായത് ഇന്നതാണ് ടീം, ഞാനിതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഓക്കെ.
അങ്ങനെയായിരുന്നു. അവരെല്ലാരും ഹാപ്പി ആയിരുന്നു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ നൈറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഈ സാധാരണ നാട്ടിൻപുറത്ത് പെണ്ണുങ്ങൾ നടക്കുന്ന പോലെയുള്ള ഒരു സംഭവമില്ല, അതൊക്കെ നോക്കിക്കോന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ശ്രദ്ധ കൊടുക്കണം. നമ്മള് വീട്ടിൽ അങ്ങനെയല്ല നടക്കുന്നത്. അല്ലല്ല, അതാണ് 24 വയസ്സുകാരിയായ ഒരു കുട്ടി എങ്ങനെ ഇപ്പൊ വീട്ടിൽ നടക്കുക. ഇപ്പൊ പണ്ടത്തെ പോലെ ആരും നൈറ്റി ഒന്നും ഇട്ട് നടക്കാൻ പോകുന്നില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ 24 വയസ്സുള്ള ഒരാൾ ചിലപ്പോൾ നൈറ്റി ഇട്ട് നടന്നു നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഇപ്പൊ അത് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ആ കാലഘട്ടമൊക്കെ നമുക്ക് ഈ സിനിമയിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തീർച്ചയായും വലിയൊരു നല്ലൊരു കൂട്ടുകെട്ടിൽ എത്തുകയും ചെയ്തു. തീർച്ചയായും നല്ലൊരു കൈകളിലാണ് എത്തിയിരിക്കുന്നത്. ഡയറക്ടർമാരാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ സുരാജുമായിട്ട് അഭിനയിക്കുമ്പോ എന്തായിരുന്നു തോന്നിയത്? സുരാജിനൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒരു നാഷണൽ അവാർഡ് വിന്നറിന്റെ അടുത്ത് എനിക്ക് ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ പോയി നിൽക്കുന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പൊ പോയി നിന്ന് സംസാരിച്ച സമയത്ത് തന്നെ പകുതി ടെൻഷൻ കുറഞ്ഞു. ഭയങ്കര കൂളായ സംസാരിച്ചു, അതായത് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ തന്നെ പകുതി കുറഞ്ഞു. പിന്നെ ഡയലോഗ് പറഞ്ഞ സമയത്ത് സുധീഷ് സാർ നല്ലോണം ഹെൽപ്പ് ചെയ്യായിരുന്നു ഡയലോഗ് പറഞ്ഞുതരാൻ വേണ്ടി. എനിക്ക് സ്ലാങ് വലിയ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നില്ല, കാരണം ഒരു കണ്ണൂർ സ്ലാങ് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ സുരാജ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, സംസാരിച്ചു നമ്മള്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഡയലോഗ് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ സമയത്ത് ആ ഒരു സെയിം ഫ്ലോയില് തന്നെ വന്നു. അപ്പൊ പുള്ളി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അത് സുരാജ് ചേട്ടൻ അതിൻ്റെതായ ഒരു ടിപ്സ് പറഞ്ഞു തരും, കുറെ ടിപ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സുരാജ് ചേട്ടൻ്റെ നിന്നും കുറെ പഠിക്കാൻ വേണ്ടി പറ്റി. മൊത്തം ഒരു സ്കൂളായിരുന്നു ഇത്. ആക്ടിങ് സ്കൂൾ തന്നെയായിരുന്നു. ആക്ടിങ് സ്കൂൾ തന്നെ വലിയ വലിയ ആളുകളുടെ കൂടെ കാര്യങ്ങൾ ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ കുറെ മാറ്റങ്ങൾ എന്തൊക്കെ വേണമെന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത സിനിമയ്ക്ക് പോകുമ്പോഴും ഞങ്ങളെ തന്നെ വേണമെന്ന് പറയും. ഈ ക്ലാസ് പൂർണ്ണമായിട്ടില്ല, എക്സാം എഴുതാൻ പോകുന്നു. ഞങ്ങൾക്ക് സിനിമ കിട്ടുന്നു ഈ പേരിലും കൂടെ ഒരു സിനിമ. ഹലോ ബാബുചേട്ടൻ ഈ സിനിമ പോലെ തന്നെ കേട്ടോ. ഇപ്പൊ ഇവിടെ ഇരുന്ന് കൗണ്ടറുകൾ അടിച്ചു തുടങ്ങി. അപ്പൊ സിനിമയിൽ എന്തുമാത്രം കൗണ്ടറുകൾ ഉണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ ഈ കൗണ്ടർ തരുന്നുണ്ട്, അതാണ് കറക്റ്റ്. ഭയങ്കര ഫണ്ടായിരുന്നു, ഭയങ്കര ഫണ്ടായിരുന്നു. അവരെല്ലാരും യൂണിറ്റ് മൊത്തം പേടിച്ചിരിക്കുകയായിരുന്നു. ഇയാളെ ഒരു ഭീകരജീവി വരുന്നുണ്ട്, മേക്കുമാനൊക്കെ വരച്ചിരിക്കുകയായിരുന്നു. ഒരു ഭീകരജീവി വരുന്നുണ്ട്, ഇയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ, വളയ്ക്കാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ, എന്ത് ചെയ്യണം. വന്ന് 1 മണിക്കൂർ കൊണ്ട് അവരെല്ലാം ഈസിയായി, എല്ലാവരും സിങ്കായി. അല്ല, ബാബുച്ചേട്ടന്റെ സംസാരത്തിൽ തന്നെ ഉണ്ടല്ലോ, ആ സംസാരം തന്നെ നമ്മൾ കാണുന്ന ബാബുച്ചേട്ടന്റെ ഹൈറ്റും വെയിറ്റും വെച്ച് കാണുന്ന ഒരു സംസാരമല്ലല്ലോ. ശബ്ദത്തിൽ തന്നെ നമുക്ക് കാണുമ്പോ അറിയാമല്ലോ. അത് അടുക്കുന്നവർക്ക് അറിയുള്ളൂ. ഈ ദൂരെ നിന്ന് കാണുന്നവർക്കല്ലേ. നേരത്തെ ബാബു പറഞ്ഞല്ലേ ഭയങ്കര പേടിയായിരുന്നു വരുമ്പോ. അത് പെട്ടെന്ന് മാറി. അരോമമണി സാറിന് പേടിയായിരുന്നു, അത് ആലോചിച്ച് എനിക്ക്. ആ കാലത്ത് കോട്ടയം കുഞ്ഞ് ചെയ്തപ്പോ എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് സുരേഷ് ബാബു പറഞ്ഞു, നമുക്ക് പിന്നെ ആ ക്യാരക്ടർ നമുക്ക് ബാബു തന്നെ കൊണ്ട് അയ്യോ വേണ്ട വേണ്ട വേണ്ട. അരോമമണി സാറ് എത്രയോ പടം എടുത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ പേടിച്ചാൽ എന്നോട് സുരേഷ് ബാബുനോട് ചോദിച്ചാൽ മതി. സുരേഷ് ബാബു പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അതൊരു പാവം മനുഷ്യൻ. പിന്നീട് നിങ്ങൾ സംസാരിച്ചു? സുരേഷ് ബാബു എന്നോട് പറഞ്ഞു, മണിസാറും പറഞ്ഞു. അയ്യോ ഞങ്ങള് മൊത്തം പേടിച്ചിരിക്കുന്നു, എന്താ ഒരു ഭീകര ജീവി വരുന്നു. എന്നാലോചിച്ച് എനിക്ക് അത്രയും പടം എടുത്ത ഒരു മനുഷ്യന് അങ്ങനെ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളെ ഈ ഭയപ്പെടുന്ന ഏത് രീതിക്ക് അവർ ഭയപ്പെടുന്നു? എനിക്കൊന്ന് ഈ സിനിമ കണ്ടിട്ടുള്ള ആ പൂവിന് പുതിയ പൂന്തല്ലും ഇപ്പം വേറൊരു ഇന്ത്യയിൽ പറഞ്ഞ പേടിപ്പിച്ച് വിറപ്പിച്ച ആൾക്കാര് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്നിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ വിറക്കുകയാണ്, പേടിക്കുകയാണ്. പണ്ടൊരു സംഭവം പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് സിനിമ കാണുന്ന സമയത്ത് ബാബുച്ചേട്ടൻ ആരുടെ കൂടെയാണ്, നമ്മുടെ നായകന്റെ കൂടെയാണ് ഇപ്പൊ മെയിൻ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ വിഷമമാണ്, പേടിയാണ്. കാര്യം ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ടീമാണെന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് കുട്ടിക്കാലത്തുണ്ട്. ബാബുച്ചേട്ടനും നമ്മളും എല്ലാം ഒരേ ടീമാണെന്നുള്ള രീതിയിൽ വരുമ്പോൾ സിനിമ കാണുമ്പോൾ ചേട്ടൻ ഓപ്പോസിറ്റ് വരുന്ന റോള് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. കാണുമ്പോൾ ബാബുച്ചേട്ടനുണ്ട്, ഓക്കെ നമ്മൾ ഇപ്പൊ നായകന്റെ കൂടെ ആണെന്നുള്ളതും ആ ഒരു മനസ്സിന്റെ സമാധാനമാണ്. ഇടിയുള്ളൂ. ഈ ബാബുച്ചേട്ടൻ ഒരു ആക്ഷൻ സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പ് എങ്ങനെ? അത് ബാബുച്ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാബുച്ചേട്ടന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ചേട്ടന് കുറച്ച് പ്ലാൻ ഉണ്ട്. ചേട്ടൻ ഒരു നടൻ മാത്രമല്ല, ഇതിന്റെ കൊറിയോഗ്രഫിയും കാര്യങ്ങളും അല്ലാതൊക്കെ ആ രീതിക്കാണ്, വളരെ രീതിക്കാണ്. അപ്പം ആ പ്രൊജക്ടിൽ എല്ലാമാണ്. അതെ അതെ, അങ്ങനെ ഒരു നടക്കട്ടെ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു തീം കിട്ടിക്കഴിയുമ്പോഴേ അങ്ങനെ ഒരു സിനിമ നിങ്ങൾ ചെയ്യുന്നു, അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, മാറ്റമില്ല, നോക്കുന്നുണ്ട്. ആ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഇവിടെ വെച്ച് ഉറപ്പ് പ്രേക്ഷകർക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതിനുവേണ്ടി നല്ല സ്ക്രിപ്റ്റ് നോക്കുക, അതിന്റെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ക്രിപ്റ്റ് ഒക്കെ ഇനി ആകണം. ഒരു സംസാരിക്കുന്നുണ്ട്, 1-2 പേരോട് നല്ല റൈറ്റേഴ്സിനോട് സംസാരിച്ചു. അത് ബാബു ആന്റണി എന്ന് പറഞ്ഞ നടനായിരിക്കും അതിനകത്തെ. അത്
അതില് നടൻ മാത്രമാണെന്നുള്ളതല്ല, ബാക്കി അപ്പൊ എന്തൊക്കെയാണെന്ന് എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ, പറയാനൊരു മടിയുണ്ടല്ലോ. നോക്കണം. ഡയറക്ഷൻ, കൊറിയോഗ്രാഫി, രണ്ട് കുറെ മാഷ്, പരിപാടികളുണ്ട്. അതെ അതെ, പാട്ടുപാടും എല്ലാം അല്ലേ. ഇത് തന്നെ മദനോത്സവം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. ഇത് ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ഫീല് വരും. അല്ല, ഈ പോസ്റ്റിൽ തന്നെയുള്ള ലുക്ക് കാണുമ്പോ തന്നെ നമ്മള് അന്തം വിട്ടു പോവല്ലേ, ഇങ്ങനെയൊക്കെ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യിക്കാൻ, ഇങ്ങനെ ചെയ്യുന്നു. കാര്യം അത് പുതിയ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചേട്ടനത് വരുമ്പോ അത് ഒരനുഭവമായിരിക്കും. ഡയറക്ടറിന് ഈസി ആയിരുന്നു അത്? ഡയറക്ടർക്ക് ഈസിയാണ്, കാരണം ഞാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഡയറക്ടറുടെ മനസ്സില് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാ ഉണ്ടായിരുന്നു എന്റെ ക്യാരക്ടർ ചെയ്യാൻ. എനിക്ക് ആ പേര് കേൾക്കുമ്പോഴേ വെറുപ്പാണ് ആ ജീവിച്ചിരിക്കുന്ന ആളുടെ. അപ്പൊ അതല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, ഡയറക്ടർ എന്നെ അത് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ഞങ്ങൾ തമ്മിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെയാണ് ഡയറക്ടർ മനസ്സിലുള്ളത്. ആ പേര് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര റിപ്പൾഷനാണ്. കേൾക്കുമ്പോഴേ റിപ്പൾഷനാണ്. പറ്റിയല്ല, എന്റെ കൊണ്ട് പറ്റില്ലെന്നാണ്. അപ്പൊ പുള്ളി അതാക്കാൻ എന്നെ ശ്രമിക്കുന്നു, ഞാനത് ആകാതിരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ടഗോഫാർ നടന്നുണ്ട്. ഇപ്പൊ അപ്പിയറൻസിലാണെങ്കിൽ തന്നെ ഞാൻ അത് വേണ്ട ഇത് വേണ്ട, അപ്പൊ അങ്ങനെയൊക്കെ. പക്ഷെ ഫൈനലി എവറിത്തിങ് കെയിം ഔട്ട് വെൽ. ഒരു സെപ്പറേറ്റ് പറഞ്ഞ വ്യക്തി ഒന്ന് കണ്ടുപിടിക്കേണ്ടതായി വരും. ഇല്ല, അങ്ങോട്ട് പോയില്ല ഇനി. ഞാൻ കംപ്ലീറ്റ് മാറ്റി പിടിച്ചോണ്ട് അല്ലെങ്കിൽ പ്രഷർ കണ്ടെത്തിയാണ് ഈ ഒരു ചോദ്യത്തിൽ. അല്ല, സുധീഷ് ഉദ്ദേശിക്കുന്നവരാണ് അപ്പൊ ഒറ്റ ലുക്കിൽ തന്നെ കണ്ടെത്തും. ഞാൻ കിടന്ന് മസിൽ പിടിച്ച് തിരിച്ചും മറിച്ച് ഡ്രസ്സിനകത്ത് പോലും മാറ്റങ്ങൾ വരുത്തി, വേഷത്തിന്റെ കളറ് മാറ്റി, ഹെയർ സ്റ്റൈല് മാറ്റി, മൊത്തത്തിൽ മാറ്റി. അപ്പൊ സുധീഷ് പറഞ്ഞു, പാവച്ചേട്ടൻ ഇത് ആരാണെന്ന് പറയണ്ടായിരുന്നു, വല്ലാത്ത പുലിവാലായി പോയി. റെഫറൻസ് പറഞ്ഞു. നല്ല ടീം, നല്ല രസമായിട്ടായിരുന്നു ഷൂട്ടിംഗ് പോയി. ഷൂട്ടിംഗ് അല്ലേ, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെരി വെരി ഹൈലി പ്രൊഫഷണൽ. പാവച്ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ പട്ടയം കുഞ്ഞച്ചനായാലും ഉപ്പുവണ്ണ ബ്രദേഴ്സ് ആണെങ്കിലും ചന്തയാണെങ്കിലും കുറെ സിനിമകളുണ്ട്. എന്നും മനസ്സിൽ ഓർത്തു വെക്കാൻ ഒരു സിനിമ പറഞ്ഞാൽ ഏതായിരിക്കും ബാബുച്ചേട്ടനെ ഓർത്തു വെക്കുക? വൈശാലി എന്ന് ഓർക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അത് വേറൊരു കാറ്റഗറി ആയിരുന്നു. അതിൽ നിന്നും പിന്നീട് വേറൊരു യാത്രയാണല്ലോ. അതെ അതെ അല്ലെ. ശരിക്കും ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ ഈ ക്ലാസിക് സിനിമകൾ, ബെർട്ടലുച്ചി, കൊറോസോവ, ബെർഗ്മാൻ, പിന്നെ നീലക്കുയിൽ, അങ്ങനെയൊക്കെയുള്ള സത്യജിത്രയും അതുപോലെ ഇങ്ങനെയുള്ള ക്ലാസിക് സിനിമകൾ മാത്രം കണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും ഒരു വൈകിട്ട് 2 പ്രൊജക്ഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ താടിയൊക്കെ പിടിച്ച് ഭയങ്കര ക്ലാസിക് സിനിമകളുടെ ഒരു ആളായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മണിസാറ് എന്നെ അഞ്ജലിൽ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അപ്പൊ മണിസാറിനെ വിളിച്ച് ഞാൻ ചെന്നൈയിൽ വന്നിട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, മണിസാർ ചോദിച്ചു എങ്ങനെയുണ്ട്, കഥ എങ്ങനെയുണ്ട്? ഞാൻ സാറേ കഥ മനോഹരമായ കഥയാണ്, ഞാനൊരു സജഷൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്താ ബാബെന്ന് ചോദിച്ചു. എൻ്റെ ക്യാരക്ടർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് മനോഹരമായ ഒരു സിനിമയാവുന്നത്. പുള്ളി എന്നെ നോക്കി. അപ്പൊ പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതായത് ബാബു, നമ്മൾ ഈ ക്ലാസിക് ആയിട്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കാണാൻ ആൾ കുറവായിരിക്കും. അപ്പൊ നമ്മളത് കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒക്കെ ചേർത്തിട്ട് കാമഫ്ലാഷ് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കും. ആ ഒരൊറ്റ തിങ്കിലാണ് എന്റെ കംപ്ലീറ്റ് തിങ്കിങ് ചേഞ്ച് ആയി. അല്ലെങ്കിൽ ഞാൻ ചന്ത ഒന്നും ഒരിക്കലും ചെയ്യില്ല. തലയിലും കെട്ടി ജാക്കറ്റൊക്കെ ഇട്ട് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ എന്തൊക്കെ കാണിച്ച് അതൊക്കെ ആ ഒരു ലെവലിലേക്ക് പോയത് ആ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു മൂഡ് പിടിക്കാനുള്ള കാരണം. കാരണം മണിസാറാണ് ആ ഒരു ലൈൻ ആ റൂട്ടിലേക്ക്. അല്ലെങ്കിൽ ചന്ത കടലൊന്നും ഞാൻ ജന്മത്തിൽ ചെയ്തില്ല. പക്ഷെ അതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പോലും എന്നെ ഓർക്കില്ലായിരുന്നു അല്ലേ, ചെറുത്ത് പോലെ എന്നെ ഓർക്കില്ലായിരുന്നു. അല്ല, പല ആളുകളുടെ മുമ്പിൽ ഇത് തന്നെയാണ്. അതെ അതെ, ഇത്തരം സിനിമകൾ തന്നെയാണ് മനസ്സിലാക്കുക. ഭാവിയാണെങ്കിൽ പറഞ്ഞ ആക്ഷൻ സിനിമകൾ കണ്ട കാര്യങ്ങൾ ആദ്യം പറയുന്നത്, അല്ല വൈശാലി കണ്ട കാര്യമല്ല പറയുന്നത്. അതാണ് എന്റെ വ്യത്യാസം. അത്തരം സിനിമകൾ തന്നെയാണ് ബാബുച്ചേട്ടനെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത കാലഘട്ടം. അത് തന്നെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർ ബാബുച്ചേട്ടനെ സ്നേഹിക്കുന്നു. അതെ അതെ. ഇപ്പൊ ശരത്തക്കന്റെ കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതെ അതെ. ഉത്തമനാണെങ്കിലും അറിയിക്കല്ലേ. പൊന്നിയിൻ സെൽവം റിലീസാണ്. 2 സിനിമകളാണ് റിലീസ്. വേറെ സിനിമകളും എല്ലാം കമ്മിറ്റ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, അന്യഭാഷയിൽ സിനിമകൾ നടക്കുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ ഹീറോ ആയ സമയത്ത് ഞാൻ ഈ ഒരു 7 വർഷം ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു. അപ്പൊ എല്ലാ ഭാഷകളിലും ഞാൻ വില്ലനായിട്ട് കേറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ചിരഞ്ജീവി ആണെങ്കിലും വെങ്കടേഷ് ആണെങ്കിലും നാഗാർജുന ആണെങ്കിലും അതുപോലെ ഹിന്ദിയിൽ പലരും, മലയാളത്തിലെ പലരും, തമിഴിലെ പലരും, എല്ലാവരുടെയും പോയി ഇന്ത്യ മുഴുവൻ നടന്ന് ഇടി മേടിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. അപ്പൊ എല്ലാവരും ഇടി മേടിച്ചിട്ടുണ്ട്, ഓടി നടന്ന് ഇടി മേടിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് കയറി പോയി ഇടി മേടിക്കുകയായിരുന്നു. മദ്രാസിൽ ഒരു ദിവസം ഷൂട്ടിംഗ് ആണ്, അടുത്ത ദിവസം ബോംബെയിലായിരിക്കും. ബോംബെന്ന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഇടി മേടിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങനെ രജനീകാന്തിന്റെ ഇടി മേടിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് 7 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മറ്റുള്ള ഭാഷകളിലേക്കൊന്ന് ശ്രദ്ധിക്കാതായി. കാരണം ഇവിടെ ഹീറോ ആയിട്ട് മനസ്സമാധാനമായിട്ട് വർഷത്തിൽ 2-3 പടം ചെയ്ത് അങ്ങ് പോവല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്
അത് ഒഴിവാക്കിയത്. വീണ്ടും തിരിച്ചിപ്പം സപ്പോർട്ടിങ് ആക്ടറായിട്ട് തന്നെ കാറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പല ലാംഗ്വേജുകളിൽ. മലയാളത്തിൽ ഹീറോ ആയിട്ട് ഓഫേഴ്സ് വരുന്നുണ്ട്, പല ഓഫേഴ്സും വരുന്നുണ്ട്. മമ്മൂട്ടിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഉപദേശം എന്താണ്? മമ്മൂക്ക എന്നോട് ഒരു ദിവസം, മമ്മൂക്കയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്ക് സംശയമായിരുന്നു എന്നെ കുറിച്ച്. ഒരു ദിവസം എന്താണ് നമ്മുടെ ബ്ലാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കളമശ്ശേരിയിൽ ഞാൻ എപ്പോഴും കുറച്ച് മാറി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, കുറച്ച് എനർജി ഇത് കിട്ടാൻ വേണ്ടി. മമ്മൂട്ടി എൻ്റെ പുറകെ വന്നിട്ട് കസേരയിട്ട് ഇരുന്ന് എന്നോട് ചോദിച്ചു, ബാബുന് സിനിമ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പുള്ളിക്കൊരു സംശയം അതായിരുന്നു. എന്നിട്ട് എന്നോട് മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക എനിക്ക് ഒരുപാട് കച്ചവടമുണ്ട് മമ്മൂക്ക പറഞ്ഞു, പക്ഷെ സിനിമയാണ് ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പുള്ളി പറയാറുണ്ട്, ഈ നമ്മൾ ഡയലോഗ് പറയുമ്പോഴുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിക്കൊള്ളാം, ഇങ്ങനെ ആയിക്കൊള്ളാം എന്നൊക്കെയുള്ള, അതുപോലെ ഫുൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് പുള്ളി. ലാല് ഞാൻ ആദ്യം ചെയ്യുന്ന മൂന്നാം പറ എന്ന് പറഞ്ഞൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ഞാനും ലാലും കൂടെ എപ്പോഴും ഷൂട്ടിംഗ് ഒരു 6 മണിയൊക്കെ, വൈകിട്ട് 10 മണി 11 വരെ പോകും. പക്ഷെ 6 മണിയൊക്കെ ഞാനും ലാലും കൂടെ ടെറസിന്റെ മുകളിൽ പോകും. എന്താണ് ഹിൽ പാലസ് അല്ലേ, അവിടെയായിരുന്നു ഫുൾ ഷൂട്ട്. അതിന്റെ ടെറസിന്റെ മുകളിൽ പോയി ഞങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യും. അപ്പൊ അടുത്ത സീനിലുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ലാലിന്റെ നിന്നും കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇടപെടാൻ ആരായിരുന്നു? ലാലാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടാൻ. കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു സീനിയർ ആർട്ടിസ്റ്റ്, സീനിയർ റെസ്പെക്ട് കൊടുത്തല്ലേ നിൽക്കുള്ളൂ. രണ്ടുപേർക്കും റെസ്പെക്ട് ഉണ്ട്, നമ്മളൊരു ഫ്രീ ആയിട്ട് ഇടപെടാൻ. അതെ, രണ്ടുപേരോടും നമുക്കോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവും, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കവിടെ ഓപ്പൺ ആയിട്ട് പറയുന്ന നമുക്കൊക്കെ ഇഷ്ടമാണ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഒളിച്ചു വെക്കരുത്. നമ്മൾ മാറി പമ്മിയൊക്കെ നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്നത്. നേരെ ചെന്ന് നമുക്ക് ആദായെന്ന് പറഞ്ഞു. ഈയിടെ ഞാൻ ചെന്ന് മമ്മൂക്കയോട് പറഞ്ഞു മമ്മൂക്കയുടെ ഒരു ഒറിജിനൽ സൗന്ദര്യം ഇതുവരെ ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സിനിമാറ്റോഗ്രാഫറോട് പറയൂ ഒപ്പിയെടുക്കാൻ. കാരണം ഞാൻ മമ്മൂക്കയെ ആദ്യം കാണുന്നത് നസീർ കോട്ടേഴ്സിൽ, അവിടെ നമ്മുടെ ഇവിടെ എന്താണ് ആ സ്റ്റുഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഉദയ സ്റ്റുഡിയോയില് പ്രേം നസീർ കോട്ടേജ് ഉണ്ട്. അവന്റെ ഫ്രണ്ടിൽ പുള്ളി ഇരിക്കുകയായിരുന്നു, പൂവിന് പുതിയ പൂന്തലിന്റെ ഷൂട്ടിങ്. അപ്പൊ ഞാനന്ന് തുടക്കക്കാരനല്ല, അപ്പൊ മമ്മൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, നേരിട്ട് കാണുന്ന ആ സൗന്ദര്യം സിനിമയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന്. അത് ഞാൻ ഈയിടെയാണ് മമ്മൂക്കയോട് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു? പുള്ളി പറഞ്ഞു, അത് ബാബുനിപ്പോ നല്ല ഗ്രേസ് ആണല്ലോ. മമ്മൂക്കയുടെ അത്രയും വരികയല്ലോ. അങ്ങനെയുള്ള സിൻസിയറായിട്ട് സംസാരിച്ചാൽ മതി. എന്തെങ്കിലും കാര്യം പറഞ്ഞ് സിൻസിയറായിട്ട് പറഞ്ഞ പുള്ളിക്കാനത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കളരിയാണ് താങ്കളല്ലേ. പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്, എത്രയോ ഡയറക്ടേഴ്സ്, എത്രയോ ആക്ടേഴ്സ്, എത്രയോ സിനിമകള്. അവിടെയൊക്കെ ഒരു യോഗം കേട്ടോ അല്ലേ? ഞങ്ങളെല്ലാവരും ഒരു യോഗമാണ്. ഇത്രയും ആളുകളായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും ആളുകൾ ഇപ്പോൾ ചുരുക്കമാണ്, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒന്ന് പോയി രജനീകാന്തിനോട് അഭിനയിച്ചു, ഇപ്പൊ വിജയുടെ പുതിയ തലമുറയോട് അഭിനയിക്കുന്നു, ഗൗതം മേനോനോട് അഭിനയിക്കുന്നു, മണിസാറിനോട് അഭിനയിക്കുന്നു, ശശികുമാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശശികുമാർ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്, SP മുത്തുരാമൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് കമലഹാസനെ രജനീകാന്തിനെയും കമേഴ്ഷ്യൽ സ്റ്റാർ ആക്കിയ ആളാണ് SP മുത്തുരാമൻ. ഈ രജനി സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ളായിരുന്ന ഫീൽ എങ്ങനെയാണ്? അതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇനിയിപ്പം ഒന്നും കൂടെ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ തേടി വരും പുള്ളി. എവിടെയെങ്കിലും നിൽക്കുകയാണ്, എന്നാ മച്ചാ, എന്നാ നീക്ക് എന്നെ പേശ മാട്ടെ, വാ മച്ചാ, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ടീ ഷാപ്പിടുമോ, അങ്ങനെയുള്ള ഒരു ലൈനാണ്. വിജയുടെ കൂടെ പുതിയ തലമുറ, വിജയിലെ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ലൊക്കേഷനിൽ ചെല്ലും, വിജയ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് വെച്ചിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട്. എന്നെ കണ്ടില്ല. അതിന് ഞാൻ മാറിയ ഒരു സ്ഥലത്ത് നിൽക്കുക, പറയുന്നതിന്റെ ഇങ്ങനെ പറയുന്നു, ചെറുതായിട്ടൊന്ന് തട്ടി. നമുക്ക് വിജയാണ്. സാർ ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് സോറി പറയാ പുള്ളി, സാർ ഞാൻ കണ്ടില്ല, സാർ വന്നത് കണ്ടില്ല, വെരി സോറി, നൗ ഓൺലി ഐ ഷോ യു. ഞാൻ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ദെൻ ഹി സ്റ്റാർട്ടഡ് സേയിങ്, അതായത് പൂഴിവാസൽ அந்த படம், പൂഴിവാസലിലെ വെണ്ണை താണ്ടി വരുവായ സൂര്യൻ എല്ലാം പാത്തിരിക്ക സാർ, ഞാൻ ഉങ്ക പെരിയ ഫാൻ. ഞാൻ തളർന്നു പോയി അവിടെ. അത് കഴിഞ്ഞ് ലോകേഷ് വന്നിട്ട്, ലോകേഷും ഭയങ്കര ഫാൻ. അപ്പം പിന്നെ പ്രൊഡ്യൂസർ അയാളും ഫാൻ. അപ്പം പിന്നെ ആ യൂണിറ്റ് മൊത്തം, അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ എല്ലാവരും, എവരിബഡി ബിഗ് ഫാൻ. അപ്പൊ ആ ഒരു ബ്രേക്കിംഗ് ദ ഐസ് എന്ന് പറയുന്ന പരിപാടി ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ്. മലയാളത്തിൽ അങ്ങനെ കിട്ടാറുണ്ടോ?
തീർച്ചയായിട്ടും മലയാളത്തിൽ ഇപ്പൊ ഞാൻ പെപ്പയുടെയും പിന്നെ ഷൈനികത്തിന്റെ കൂടെ മറ്റേ നീരജിന്റെ കൂടെ അവരൊക്കെ ആഡീസ് ഭയങ്കര ആ ഒരു സിനിമ കണ്ട് വളർന്നു വന്ന ആ ഒരു സ്നേഹം ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല. അതെപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും പ്രയോജനം ചെയ്യുന്നു. അത് കിട്ടുമ്പോ ഒരു സന്തോഷം പിന്നെ വരാം. ഭയങ്കര സന്തോഷം. ബാമ ഇനി ഇങ്ങനെ ആകണം. അതെ, ആകണം. ഇതൊക്കെ ഒരു ക്ലാസ് ആണ്. ഞാൻ ഇത്ര ഇതിന്റെ അടുത്ത് ചോദിക്കാൻ ബാമയ്ക്കൊക്കെ കൊണ്ട് ഒരു ക്ലാസ് ആണ് നടത്തിയത്. അതെ. വലിയ ക്ലാസ്സിലാണ്. ആക്ഷൻ ചെയ്യാൻ തുടങ്ങും. ആക്ഷൻ ചെയ്യാം. ആക്ഷൻ സിനിമയിലേക്ക് ഇനി വേണമെന്നുണ്ടോ? എനിക്ക് എല്ലാ സിനിമകളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ ഇനി ആക്റ്റീവ് ആണോ? അതെ. ഇനി അടുത്ത പ്രൊജക്ടുകൾ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ളൂ തീരുമാനിച്ചാണോ? അല്ല, അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ള രീതിയിൽ. പ്രൊഡ്യൂസർ ഉണ്ടോ? ഇവര് ഒന്നിനു പറയാൻ ഒന്നൊന്നും ഈ സിനിമ ചെയ്യുന്ന ആളാണ്. ഇത് റിലീസ് ഇഷ്ടംപോലെ സിനിമ ഇത് കഴിയുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകും. ഞാൻ പറഞ്ഞ അതൊന്നും വരില്ല. എന്നാ മറ്റേ താരങ്ങളില് ബാബുവിനെയും സിരാജിനെയും ഒക്കെ വിളിക്കും എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ നിർത്തും. പിന്നെ അജിത് വിനായക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സിനിമകളിൽ എന്നെ നായികയാക്കും. നല്ല സിനിമ. ഈ മദനോത്സവം കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഇതിനകത്ത് കുറെ ആൾക്കാർ പുതിയതുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ വരും. നമ്മളത് കാണുമ്പോൾ ലൊക്കേഷനിലായാലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മായിയൊക്കെ നല്ല രസമായിട്ട് എല്ലാരും ചെറിയ കുട്ടിയാണെങ്കിലും നല്ല അഭിനയമാണ്. അവർക്കൊക്കെ അവർ അവസരങ്ങൾ ഒരുപാട് തേടി വരും സിനിമ കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു സിനിമ ഹിറ്റ് ആകുമ്പോഴാണ് അടുത്ത സിനിമയിലേക്ക്. അല്ലെങ്കിൽ ഒരു സിനിമ ഹിറ്റ് ആകണ്ട, നമ്മുടെ ക്യാരക്ടർ മാത്രം ഹിറ്റ് ആകണം. ചില സിനിമകൾ ഹിറ്റ് ആകില്ല, പക്ഷെ നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ വ്യക്തി നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട് സിനിമയിൽ. എല്ലാരും ഇപ്പൊ കണ്ടു ഇമ്പോർട്ടൻസും ഉണ്ട്, മാത്രമല്ല ഒരാളുടെ ഹാർട്ടിൽ നിൽക്കും. അതുപോലെ തന്നെയാണ് ആലീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. പടം കണ്ടെന്ന ഒരു സ്ത്രീക്ക് ആലീസ് ഞാനാണോ അല്ലെങ്കിൽ എന്റെ തൊട്ടയൽവക്കത്തുള്ള ഒരു മറ്റൊരു ആലീസ് ആണോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആഴത്തിൽ കയറുമ്പോൾ കഥാപാത്രത്തിന് വലിയ വിജയമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വിജയിച്ച അൾട്ടിമേറ്റ്ലി സിനിമ ഹിറ്റ് ആവണം. തീർച്ചയായിട്ടും അത് നമ്മുടെ ക്യാരക്ടർ ഹിറ്റ് ആയാലും സിനിമയും കൂടെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സേഫ് ആവുള്ളൂ. ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ ചില സിനിമകൾ ഹിറ്റ് ആയില്ലെങ്കിലും ക്യാരക്ടർ ഹിറ്റ് ആവുന്നുണ്ട്. സിനിമ ഹിറ്റ് ആണെന്നുള്ള ആഗ്രഹക്കാരാണ് നമ്മളെല്ലാം. ചില ക്യാരക്ടർ ഹിറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും. അപ്പൊ അത്ര ഹിറ്റുകളിലേക്ക് ഈ സിനിമ എത്തണം. ഈ വിഷു ദിനത്തിൽ നിരാശപ്പെടുത്തത്തില്ല. ഈ മാസത്തിന്റെ വലിയ പ്രത്യേകതയാണ്. എല്ലാം ഒരുമിച്ച് കൂടിയ ഈസ്റ്ററും വിഷുവും റംസാനും എല്ലാം കൂടിയ മാസമാണ്. ആ ഒത്തുകൂടൽ തന്നെ ആയിരിക്കും തിയേറ്ററിൽ ഉത്സവമാക്കാൻ വേണ്ടി. വെച്ചിട്ട് ഒരു 4 ലൈൻ പാട്ടെന്ന് പറയും. എനിക്ക് കുറെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പാട്ട്, എനിക്ക് 4 ലൈൻ പാട്ട് അതെനിക്ക് വേണം. അതേത് പാട്ടായിരുന്നു? അത് ഈ ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട്, മലയാളം പാട്ട് പാടിയിട്ടുണ്ട്, തമിഴ് പാട്ട് പാടിയിട്ടുണ്ട്. എല്ലാ പാട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 4 ലൈൻ പാട്ടുള്ളതാണ്. അത് വേണം. കുറച്ചുകൂടെ സന്തോഷം കിട്ടാൻ വേണ്ടി, കുറച്ചുകൂടെ സന്തോഷം കിട്ടാൻ. കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്ന് പാട്ടുകാരനൊന്നുമില്ല. അല്ല, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടത്. അല്ലേ? ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഏകഭാവം ഏതോ താളം മൂകരാഗാനാലാപം. ഈ സ്വരഗതിയിൽ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. സൂപ്പർ. ഈ പറഞ്ഞ പോലെ ഒറ്റക്കമ്പി നാദത്തിൽ നിന്നും വരുന്ന സ്വരങ്ങൾ പോലെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുക. ഒത്തിരി സ്വരങ്ങളാണ് നാദത്തിൽ വരുന്നത്. ഈ വിഷു കഴിഞ്ഞിട്ട് റംസാന്റെ റിലീസിനോടൊപ്പം ഈ സിനിമ നിൽക്കട്ടെ തിയേറ്ററിൽ. അതിന്റെ ഒരു 100ാം ദിവസവും 50ാം ദിവസവും ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. ഇത്ര നേരം 100ാം ദിവസം നമുക്ക് വീണ്ടും ഇതുപോലൊരു എടുത്താവുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. എന്തായാലും ഇത്ര ദിനം സഹകരിച്ച 3 പേർക്കും വളരെ നന്ദി കേട്ടോ. നന്ദി.